അബ്രഹാം മോസ്ലറിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ, ഒപ്പം ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട 4 ഇന്ത്യൻ സിനിമകളുടെ അപ്ഡേറ്റുകൾ തുടങ്ങിയ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഹൃതിക് റോഷൻ, ദീപിക പദുക്കോൺ, അനിൽ കപൂർ എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന ഫൈറ്റർ ഈ ആഴ്ച ജനുവരി 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആക്ഷൻ ത്രില്ലർ ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒരു നിരാശ വാർത്തയാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. ഫൈറ്ററിന് GCC രാജ്യങ്ങളിലെ വിലക്ക് അനുവദിച്ചിരിക്കുകയാണ്. കാരണമായി പറയപ്പെടുന്നത് സിനിമയിലെ സെൻസിറ്റീവ് കണ്ടന്റ് ആണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ വിലക്ക് സിനിമയെ എത്രത്തോളം ബാധിക്കുമെന്നത് ഭാവിയിൽ കണ്ടറിയാം. അതേസമയം ഫൈറ്ററിന്റെ വിലക്ക് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് ഗൾഫ് നാടുകളിലെ വലിയൊരു അനുഗ്രഹമായി മാറിയെന്ന് നിസ്സംശയം പറയാം. ലാലേട്ടന്റെ പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്നാണ് ഗൾഫ് നാടുകൾ. ഈ ആഴ്ച മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ലാലേട്ടന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയ മലൈക്കോട്ടെ വാലിബൻ. ഒരുപക്ഷെ സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗൾഫ് നാടുകളിലെ GCC രാജ്യങ്ങളിലെ സിനിമയ്ക്ക് കൂടുതൽ സ്ക്രീനുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിടെ വമ്പൻ തരംഗമാകാനുള്ള എല്ലാവിധ സാധ്യതകളും നിലവിലുണ്ട്. ഇതിനോടകം തന്നെ വിദേശ രാജ്യങ്ങളിലെ മികച്ച പ്രീസെൽ കളക്ഷൻ നേടിയെടുത്ത കൂടുതൽ സ്ക്രീനുകൾ ലഭ്യമായ സിനിമയ്ക്ക് ഇനി ഒരു പോസിറ്റീവ് അഭിപ്രായങ്ങൾ മാത്രം മതി സിനിമയ്ക്ക് ലോകമെമ്പാടും വമ്പൻ തരംഗമാകട്ടെ, പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമാകട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. മലൈക്കോട്ടെ വാലിബൻ, ഫൈറ്റർ എന്നീ സിനിമകളോടൊപ്പം 2 തമിഴ് സിനിമകൾ ഈ ആഴ്ച റിലീസ് ചെയ്യുന്നു. അതിലൊന്ന് RJ ബാലാജി, സത്യരാജ് ലാൽ എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന സിംഗപ്പൂർ സലൂൺ എന്ന സിനിമയാണ്. മറ്റന്നാൾ ജനുവരി 25-നാണ് സിനിമ റിലീസ് ചെയ്യുക. ഒപ്പം മറ്റൊരു തമിഴ് സിനിമ കൂടി റിലീസ് ചെയ്യുന്നു. അത് ബ്ലൂ സ്റ്റാർ എന്ന സിനിമയാണ്. ഒരു സ്പോർട്സ് ഡ്രാമ ത്രില്ലർ ആക്ഷൻ പാക്ഡ് സിനിമയാണ് ബ്ലൂ സ്റ്റാർ. ചിത്രത്തിൽ അശോക് സെൽവൻ, ഒപ്പം തന്നെ ശാന്തനു എന്നിവർ പ്രധാന റോളുകളിലെത്തുന്നു. ഈ ആഴ്ച ജനുവരി 25-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. മോളിവുഡിലെ 2024-ലെ ആദ്യത്തെ ഹിറ്റ് സ്റ്റാറ്റസ് ടാഗ് നേടിയെടുത്ത സിനിമയാണല്ലോ അബ്രഹാം മോസ്ലർ. 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തുവരുമ്പോൾ കഴിഞ്ഞ ശനി ഞായർ കഴിയുമ്പോൾ തന്നെ 35 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷ തെറ്റിക്കുന്ന കൃത്യമായ 12 ദിവസത്തെ കളക്ഷനാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. 34 കോടി 30 ലക്ഷത്തോളം രൂപയാണ് 12 ദിവസത്തെ അബ്രഹാം മോസ്ലറിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. മമ്മൂക്ക കൂടി വളരെ പ്രധാനപ്പെട്ട റോളിലെത്തിയ സിനിമയാണല്ലോ, കാമിയോ റോളിലെത്തിയ സിനിമയാണല്ലോ അബ്രഹാം മോസ്ലർ. സിനിമയുടെ ഫൈനൽ കളക്ഷൻ 35 കോടി കടക്കും. എന്നാൽ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ 40 കോടി കടക്കില്ല എന്നത് ഇപ്പോൾ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഓവർസീസ് കളക്ഷൻ മാത്രം $1.67 മില്യൺ, അതായത് 13 കോടിയിൽ പരം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ അവിടെ വിദേശ രാജ്യത്ത് വലിയ വിജയമായി മാറിയെന്നാണ് റിപ്പോർട്ട്. ആകെ മൊത്തത്തിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത അബ്രഹാം മോസ്ലർ ജയറാമിന്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിൽ വിജയിച്ച മലയാളം സിനിമയാണ്. കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടാം.